Sean and the City. നമുക്കെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ്. ക്രിസ്മസ് ആണ്, ഇത് കേക്കിന്റെ കാലാണ്. പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കേക്കിനെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഷീസ് എ യങ് വുമൻ, എ യങ് സെൽഫ് മെയ്ഡ് കേക്ക് വുമൻ. ആൻഡ് കേക്കു ഇവരുടെ പേരാണ് കുക്കു. Good evening, Kuku. Good evening, Shan. Welcome to Sean and the City. Thank you so much. Who is Kuku? കുക്കു എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുട്ടി. അതിലും അപ്പുറം കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നതും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വെരി നൈസ്. ആൻഡ് കേക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കുക്കുവിന്റെ സ്പെഷ്യാലിറ്റി. ക്രിസ്മസിന്റെ കാലാണ്, കുക്കുവിന് ഇപ്പൊ ഫുൾ ടൈം കേക്ക് ഉണ്ടാക്കലാണ് പണി. യെസ്. സോ വാട്ട്സ് യുവർ സ്റ്റോറി? എന്താണ് കുക്കു ഈ നാട്ടിൽ വന്ന് കേക്ക് ഉണ്ടാക്കുന്ന ഒരു കഥ എന്താണ്? ഇതിപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്റെ കഥ മാത്രമല്ല. എനിക്ക് ഉറപ്പുണ്ട് ഒട്ടുമിക്ക നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഭർത്താവിന് ഇവിടെ ജോലിയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് എന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള പല സ്ത്രീകളുടെയും ഒരു സ്റ്റോറി ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. എന്താ എല്ലാരും കേക്കാണോ ഉണ്ടാക്കുന്നത്? എല്ലാരും അല്ല, ഇപ്പൊ ഒത്തിരി പേര് കേക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. ഭയങ്കര കോമ്പറ്റീഷനോ, ഒരു രക്ഷയില്ല ഇപ്പൊ ഇവിടെ. യെസ്, ഭയങ്കര കോമ്പറ്റീഷനാ. പക്ഷെ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ഞാൻ ഇതിന് വരാൻ കാരണം ഞാനൊരു MBA സ്റ്റുഡന്റ്, MBA ഗ്രാജുവേറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു, ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ വന്നിട്ട് ജോലിയൊന്നുമില്ല, അത്ര എളുപ്പമൊന്നുമല്ല ജോലി കിട്ടാനും. അതുകൊണ്ട് വീട്ടിൽ എത്രയെന്ന് വെച്ചിട്ട് ചുമ്മാ ടിവിയും കണ്ടോണ്ട് ഭർത്താവിന് ഭക്ഷണം വെച്ചോണ്ട് എത്ര നാളെ ഇങ്ങനെ ചുമ്മാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്? കുറെ കഴിയുമ്പോൾ നമുക്ക് ബോർ പിടിക്കും, ബോറാവും, നമുക്ക് വട്ട് തന്നെ പിടിച്ചെന്ന് ആ ഒരു സ്റ്റേജിൽ എത്തിയെന്നിരിക്കും. അല്ല, ഹസ്ബൻഡിന് ചോറിന് സാമ്പാറിന് പകരം കേക്കാണോ കൊടുക്കുന്നത്? Are you serious? എല്ലാരും ചോദിക്കാറുണ്ട്. എത്ര തന്നെ ഞാൻ ചോറും കറിയും വെക്കും, അതുകൊണ്ട് ഞാൻ കേക്ക് വെക്കാൻ തുടങ്ങി. ഞാൻ പായസം പോലും ചോക്ലേറ്റ് പായസം ഉണ്ടാക്കുന്നത്. You like cooking or you like cake baking? എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ബേക്കിംഗ് ഇഷ്ടമാണ്. ചോറും കറിയും വെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. സത്യം പറഞ്ഞാൽ എന്നെ ചോറും കറിയും വെക്കാൻ പഠിപ്പിച്ചത് എന്റെ ഭർത്താവാ. എനിക്ക് ചോറ് വെക്കാൻ അറിയത്തില്ലായിരുന്നു, ഉപ്പുമാവ് വെക്കാൻ അറിയത്തില്ലായിരുന്നു, ഇറച്ചിക്കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ എന്നെ പഠിപ്പിച്ച എന്റെ ഭർത്താവാ. ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത് വെക്കാൻ മാത്രമൊന്നും സാധനമല്ല. പാചകം ചെയ്യാൻ അറിയാത്ത പെൺകുട്ടിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം. എന്താ പറയാ, ഇൻട്രസ്റ്റിംഗ് കോൺട്രഡിക്ഷൻ. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് നമ്മള് എന്താ പറയാ, അതൊരു ആർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഭയങ്കര റിലാക്സിംഗ് ആ. എന്റെ രാവിലെ എന്റെ ഭർത്താവ് വീട്ടിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല. ആ സമയത്ത് ഞാൻ കുറച്ച് ക്രിയേറ്റീവാ. ആ സമയത്ത് എന്റെ ക്രിയേറ്റിവിറ്റീനെ ഞാൻ തന്നെ വളമിടുന്നതാണ്. അതിൽ നിന്ന് മുളച്ചു വന്നതാണ് ഈ കേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. കുക്കു ആരാണെന്ന് ഇപ്പൊ ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ടാവും. കുക്കു ഇസ് ബേസിക്കലി ഫ്രം അബുദാബി ആൻഡ് അബുദാബിന്ന് സ്ട്രേറ്റ് അജ്മാനിലേക്ക് വന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച് കുക്കു. താങ്ക് യു ഷാൻ, താങ്ക് യു സോ മച്ച്. So the world is listening to you, the city is listening to you. Tell me, who are you? I'm കുക്കു. ഞാൻ എറണാകുളത്തു നിന്നാണ്. എന്റെ ഹസ്ബൻഡ് ഇവിടെ അബുദാബി തന്നെയാണ് ജോലി ചെയ്യുന്നത് 10 കൊല്ലമായിട്ട്. ഞാനിവിടെ മൂവ് ചെയ്തിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇപ്പം കേക്കാണ് എന്റെ ലൈഫ്. ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരു 4-5 കേക്ക് ഉണ്ടാക്കും. എന്റെ വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ കേക്കിന്റെ മണവും കേക്കിന്റെ മയവും മാത്രമേ ഉള്ളൂ. ഈ ഭാസ്കർ ദ റാസ്കലിലെ നയൻതാരയാണോ? അതെ, ഏകദേശം അതെ. ലുക്കിലോ അതോ കുക്കിലോ? ലുക്കില് ഡെഫിനറ്റ്ലി. കേക്ക് കേൾക്കുന്നുണ്ട്. സോ എന്താണ്, വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് കുക്കൂസ് കേക്ക്? മൈ കേക്ക്സ് മെയിൻലി ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ലോട്ട് ഓഫ് പാഷൻ. അപ്പൊ അതുകൊണ്ട് അതിന്റേതായ ഇൻട്രസ്റ്റും ടൈമും വാല്യൂസും കൊടുത്താണ് ഞാനത് ഉണ്ടാക്കുന്നത്. ആ വാക്ക് പറഞ്ഞപ്പോ എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചി ഓർമ്മ വന്നു. So definitely കുക്കുവിന്റെ കേക്കിനെ കുറിച്ച് കേൾക്കാനുണ്ട്. We are waiting for that. ഒരു കേക്ക് ഉണ്ടാക്കിയ കഥ, ഒരു കേക്ക് ഉണ്ടായ കഥ, ഒരു കേക്ക് ഉണ്ടാക്കുന്ന കഥ, അങ്ങനെ പല കഥകളും ഇന്ന് കേൾക്കാൻ പോവാണ് on Sean and the City. This is Toll Free Fun with me, Sean and Kuku. Thank you, Kuku. Thank you, Sean. Sean and the City. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേക്ക് ഉണ്ടാക്കുന്ന കുക്കു ആണ്. കുക്കു. ഹായ് ഷാൻ. You have got a wonderful name, Kuku. താങ്ക് യു സോ മച്ച്. അത് അറിഞ്ഞിട്ടതാണോ അറിയാതിട്ടതാണോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അറിയാതിട്ടതോ? അതെ, സത്യം പറഞ്ഞാല് എന്റെ പേര് വരുന്നത് എന്റെ ഗ്രാൻഡ് മദറിന്റെ പേര് കുഞ്ഞുഞ്ഞമ്മയെന്നും എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് കുഞ്ഞുഞ്ഞപ്പന്നോ. ഐ തിങ്ക് ആ പേര് കുറച്ചുകൂടി നല്ലതാണ്. കുഞ്ഞുഞ്ഞപ്പന്നോ അല്ല, കുഞ്ഞുഞ്ഞമ്മ. വെരി നൈസ് നെയിം. നിങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പേരുകളാണ്. ഭയങ്കരം. എന്ത് ചെയ്യാനാ. കുഞ്ഞുഞ്ഞമ്മയ്ക്ക് കുഞ്ഞുഞ്ഞമ്മയുടെയും കുഞ്ഞുഞ്ഞപ്പന്റെയും കൂക്കു എടുത്തിട്ടാണ് കുക്കു വന്നത്. പക്ഷെ ഇപ്പൊ വലുതായി അതായത് ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കുക്കിങ്ങിലോട്ട് താല്പര്യം വന്നു. അതുകൊണ്ട് എല്ലാരും കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുക്കു എന്നാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്. കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുക്കു, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ഷാൻ. സോ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ടെൽ മീ, കുക്കു കേക്ക് ഉണ്ടാക്കിയ കഥ എന്ത്? കേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഞാൻ എന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞ് ജോലി ജോയിൻ ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ റിസഷൻ വന്നപ്പോഴത്തേക്ക് എന്റെ ജോലി കംപ്ലീറ്റ്ലി എനിക്ക് പോയി. അത് എന്റെ വീട്ടിൽ ഒരു തൊഴിലും ഇല്ലാതെ നിൽക്കുമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വീട്ടിൽ ഒരു തൊഴിലില്ല നിൽക്കുമായിരുന്നു. കല്യാണം ഒന്നും ആകുന്നില്ല, കെട്ടാനും ആരും വരുന്നില്ല.
സത്യം. അതുകൊണ്ട് വീട്ടുകാർക്കും ഒരു ഭാരമാവല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് എന്റെ ടൈം പാസിന് ഞാൻ ചുമ്മാ എന്റെ അമ്മ കുക്ക് ചെയ്യും, എന്റെ അമ്മ കേക്ക്സ് ഉണ്ടാക്കും. അപ്പം പക്ഷെ എനിക്കൊരു വാശിയായിരുന്നു, അമ്മയുടെ റെസിപ്പി ഒന്നും യൂസ് ചെയ്യാതെ വേറെ എവിടെങ്ങാണ്ടൊക്കെ റെസിപ്പി പോയി തപ്പി പിടിച്ചെടുത്ത് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി. അപ്പം എനിക്ക് ബ്രദേഴ്സാ കൂടുതൽ. അപ്പൊ അവർക്കൊക്കെ കൊടുത്തപ്പം ഈ തടിമാരന്മാരെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യണമല്ലോ എപ്പോഴും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് വന്ന് തരക്കേടില്ല എന്ന് തോന്നി. പിന്നെ അത് ചെയ്ത് 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 ഈ തൊഴിലില്ലാതിരിക്കുന്ന സമയത്ത് അത് ചെയ്ത് അതങ്ങ് എന്റെ ഒരു ഭാഗമായി മാറി. മന്ദന്മാരും മാടന്മാരുമായിരുന്നു പരീക്ഷണം. അവരിതൊന്നും കേക്കണ്ട. So tell me, I mean, with all respect to your brothers, ആദ്യത്തെ കേക്കിലെ പരീക്ഷണത്തിൽ എത്ര തവണ പാളി? ഇഷ്ടംപോലെ തവണ പാളി. കേക്ക് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെയല്ല, അത് ഇറ്റ്സ് എ സയൻസ് ആക്ച്വലി. കാരണം അതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കെമിക്കൽസ് ഒക്കെ ഇടും. പക്ഷെ വിച്ച് ഇസ് അഡ്വൈസബിൾ ഫോർ അസ് ടു ഈറ്റ്. അപ്പം ഇതൊക്കെ കൃത്യ അളവിനിട്ടില്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പ് ആവും. കേക്ക് ഇസ് എ സയൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ആളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. സത്യം, കേക്ക് ഇസ് എ സയൻസ്. സോ ടെൽ മീ അബൌട്ട് ദ സയൻസ്. സോ കേക്ക് ഇഷ്ടപ്പെടുന്ന, കേക്ക് ഉണ്ടാക്കുന്ന, കേക്കിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് കേൾക്കാം. സോ ടെൽ മീ കുക്കു, വാട്ട് ഇസ് ദാറ്റ് സയൻസ്? ആ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒരു കൈയളവിനാ നമ്മൾ ഇപ്പൊ ഒരു ഇറച്ചിക്കറി അല്ലെങ്കിൽ ഒരു മട്ടൻ കറി വെച്ചാൽ കൈയളവിനാ നമ്മളെല്ലാം ചെയ്യുന്നത്. കേക്കിൽ ഒരിക്കലും നമുക്ക് കൈയളവിന് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കപ്പ് മൈദ എടുക്കണമെങ്കിൽ ഒരു കപ്പ് തന്നെ മൈദ എടുക്കണം. അതിനകത്തുനിന്ന് 1 സ്പൂണോ 2 സ്പൂണോ കൂടി പോയാൽ പറ്റത്തില്ല, കേക്ക് ഫ്ലോപ്പ് ആവും. ഒരു 100 ഗ്രാം ബട്ടർ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ബട്ടർ തന്നെ എടുക്കണം. കുക്കു ഇപ്പോ എത്ര വർഷമായി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 5 years. 5 yearsൽ എത്ര കേക്ക് ഉണ്ടാക്കി? More than 1000 or more than that. ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. ഈ ഫ്ലോപ്പായ കേക്ക് കഴിച്ചവർ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇഷ്ടം പോലെ പേരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. ദൈവാനുഗ്രഹിച്ച് എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. And what is Philip saying about your cake? സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, എന്റെ ഭർത്താവ് എന്റെ കേക്ക് കഴിച്ചിട്ടില്ല. ഞാൻ കൊടുക്കാനിട്ടുമല്ല, പുള്ളിക്ക് വേണ്ടാഞ്ഞിട്ടുമല്ല. He is so lucky, അല്ലേ? അതുകൊണ്ടല്ല. താങ്ക് യു സോ മച്ച്. ഇതാരും വിശ്വസിക്കത്തില്ല. കേക്ക് ഒരു സയൻസ് ആണെന്ന് പറഞ്ഞു. On that note, tell me, what do you know about cakes? ഷാൻ, ഒരു കാര്യം അറിയാമോ? ഇന്ത്യയിൽ ആദ്യമേ കേക്ക് ഉണ്ടാക്കിയത് എവിടെയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തരാനാണ് പറഞ്ഞത്, ചോദ്യം ചോദിക്കാനല്ല. ആൻസർ പ്ലീസ്. യെസ്, സത്യം പറഞ്ഞാല് ഇന്ത്യയിലെ തലശ്ശേരിയിലാണ് ആദ്യത്തെ കേക്ക് ഉണ്ടാവുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ത്യയിലെ തലശ്ശേരിയിലാണ് ആദ്യത്തെ കേക്ക് ഉണ്ടാവുന്നത്. തലശ്ശേരിയിൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടായപ്പോൾ അതിന് പുറകിൽ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഇനി നമുക്ക് കുക്കു പറഞ്ഞു തരാൻ പോകുന്നത്. കേക്കിന്റെ കഥകളുമായിട്ട് ബ്യൂട്ടിഫുൾ ഈവനിങ് ആൻഡ് ബ്യൂട്ടിഫുൾ വീക്കെൻഡ്. സത്യം പറഞ്ഞാല് ഇന്ത്യയിലെ തലശ്ശേരിയിലാണ് ആദ്യത്തെ കേക്ക് ഉണ്ടാവുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? തലശ്ശേരിയിൽ. കേട്ടിട്ടുണ്ട്, കേക്കിന്റെ സർക്കസിന്റെ സിനിമയുടെ ലോകമാണ് തലശ്ശേരി. യെസ്, അതൊരു സത്യമാണ്. കാരണം മാമ്പള്ളി ബാപ്പു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ദാറ്റ് ടു ഇൻ 19th century, ഇഫ് ഐ എം നോട്ട് റോങ്, 1880 ആദ്യമേ തലശ്ശേരിയിൽ കേക്ക് ഉണ്ടാകുന്നത്. റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന് ഏതാണ്ടായിരുന്നു അവരുടെ ആ ഒരു ബേക്കറിയുടെ പേര്. വെരി നൈസ്. എന്നിട്ട് ടെൽ മീ അവിടെ ആ സമയത്ത് ബ്രിട്ടീഷ് റൂൾ ആയിരുന്നല്ലോ. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ്, എനിക്ക് തോന്നുന്നു അയാളുടെ പേര് മിസ്റ്റർ ബ്രൗൺ എന്നോ അങ്ങനെ ഏതാണ്ടായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളിക്ക് ബ്രൗൺ പുള്ളിക്ക് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തലശ്ശേരിയില് ബേക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ആ സമയത്ത് മാമ്പള്ളി ബാപ്പു എനിക്ക് തോന്നുന്നു ബിസ്ക്കറ്റും ബ്രെഡും അങ്ങനത്തെ ബേക്കിംഗ് കാര്യങ്ങളാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഈ സായിപ്പ് പുള്ളിയുടെ റെസിപ്പി നമ്മുടെ മലയാളിക്ക് ഷെയർ ചെയ്തു. പുള്ളി അതിൽ നിന്ന് ഉണ്ടാക്കിയപ്പോഴോ ഇയാള് ഈ സായിപ്പ് ജീവിതത്തിൽ കഴിച്ചാലും ദ ബെസ്റ്റ് കേക്ക് ആയിരുന്നു അത്. മാമ്പള്ളി ബാപ്പുവിന്റെ കേക്ക് ഭയങ്കര സിനിമാറ്റിക് ആണ്. യെസ്, ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഇങ്ങനെയാണ് പലയിടത്തും ഞാൻ വായിച്ചും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇങ്ങനെയാണ്. തലശ്ശേരിയാണ് ഇതിന്റെ മെയിൻ ഒരു ഹബ്ബ്. കേക്കിന്റെ തലശ്ശേരിയാണ്. അതെ. തലശ്ശേരി ബിരിയാണിയുടെ കൂടെ ലോകമാണ്. കുക്കു, യു ആർ എ കുക്ക്, എന്നിട്ടും കേക്ക് ഉണ്ടാക്കുന്നു, നോട്ട് ബിരിയാണീസ്. വൈ? കേക്ക് ഗിവ്സ് മീ മോർ ഹാപ്പിനെസ് ദാൻ മേക്കിംഗ് ബിരിയാണി. കാരണം കേക്ക്, ബിരിയാണി ഞാൻ പറയട്ടെ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കാം. ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഷാൻ ചോറ് വെച്ചിട്ടുണ്ടോ? പാര വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ബിരിയാണി ഉണ്ടാക്കാത്തെ. ബിരിയാണി സത്യം പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ കേക്ക് അങ്ങനെയല്ല. ഇഷ്ടം പോലെ പ്രാവശ്യം ഫ്ലോപ്പ് ആവും. നമുക്ക് കുറച്ച് പേഷ്യൻസ് വേണം അത് ഉണ്ടാക്കാൻ. ഇപ്പൊ കേക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോ ഇപ്പം എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് പറയും എന്റെ മോക്ക് ഫ്രോസന്റെ കേക്ക് വേണം, അല്ലെങ്കിൽ എന്റെ മോക്ക് ടെഡി ബെയർ പോലെ ഇരിക്കുന്ന കേക്ക് വേണം. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു 3 ദിവസം എടുക്കും ആ ഒരു കേക്ക് ഫൈനലായിട്ട് ഉണ്ടാക്കി വരണമെങ്കിൽ. ഇപ്പം ഫ്രൂട്ട് കേക്ക് തന്നെ ക്രിസ്മസിന് ഞാനാണ്
ആണെങ്കിൽ 1 വർഷം മുൻപേ ഞാൻ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം സോക്ക് ചെയ്ത് വെച്ചേക്കുക. 1 വർഷം മുൻപേ. വെരി നൈസ്. അത് എടുത്തിട്ട് വേണം, അതായത് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഈ ഫ്രൂട്ട്സും നട്ട്സും സോക്ക് ചെയ്തേക്കുന്നത്. അതാണ് ഞാൻ ഈ ഡിസംബറിൽ ക്രിസ്മസ് കേക്കിന് ഉണ്ടാക്കുന്നത്. അതിന് അതിന്റേതായ വ്യത്യാസമുണ്ട്. ഒരു കൊല്ലത്തെ ഹാർഡ് വർക്ക് ആണ് എന്റെ അത്. അപ്പൊ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ ഈ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ മിനിമം 1 വർഷത്തെ ഹിസ്റ്ററി കാണിക്കണം. ഈ ഫ്രൂട്ട് കേക്ക് ഒക്കെ പലതും ഈ ഒരു ആക്സിഡന്റിൽ ഉണ്ടാക്കുന്ന ഒരു കേക്ക്. ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമുള്ള ഒരു കേക്ക് ഉണ്ട്. അതിനകത്ത് ഞാൻ തന്നെ സ്വയമേ ഉണ്ടാക്കി, ഞാൻ തന്നെ പലർക്കും കൊടുത്ത് പലരും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു കേക്കാണ് ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക്. യെസ്, സ്വന്തം പരീക്ഷണം പാഴായപ്പോൾ ഉണ്ടായ കേക്കാണ് അത് തന്നെ. അതിനകത്ത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് 3 കാറ്റഗറീസ് ഓഫ് ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. കേക്കിനെ കുറിച്ച് കേട്ടാലും മതിയാവില്ല. സോ കേക്കിനെ കുറിച്ച് കേൾക്കാം ഇന്നത്തെ ദിവസം ഓൺ ഷാൻ ഇൻ ദ സിറ്റി. വി ഹാവ് കുക്കു വിത്ത് us. ഈ വർഷത്തെ ക്രിസ്മസ് കേക്കിന്റെ കഥകൾ പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ മീൻ ഇറ്റ്സ് റിയലി ഇൻസ്പയറിംഗ്, മോട്ടിവേറ്റിംഗ്, അതിനേക്കാൾ കൂടുതൽ ഭയങ്കര എന്റർടൈനിങ് ആണ്. താങ്ക് യു ഷാൻ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഷാൻ ഇൻ ദ സിറ്റി ഓൺ ടോൾഫി ഫാൻ. Sean and the City. Sean and the City. കുക്കു എന്ന പെൺകുട്ടിയും ആ പെൺകുട്ടി ഉണ്ടാക്കുന്ന കേക്കിന്റെ കഥകളുമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഓൺ ഷാൻ ഇൻ ദ സിറ്റി. കുക്കു, വെൽക്കം ബാക്ക്. താങ്ക് യു ഷാൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച് അബുദാബിയിൽ നിന്ന് ഇതുവരെ വന്നതിന്. യെസ്, മൈ പ്ലഷർ. ആൻഡ് ടെൽ മീ, ഈ വർഷത്തെ കേക്കിന്റെ കഥകൾ പറയൂ. ഫ്രൂട്ട് കേക്ക് ആണ് ക്രിസ്മസിന് വേണ്ടിയത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ആ സമയത്ത് ആ ഒരു ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്രിസ്മസിന് ഫ്രൂട്ട് കേക്ക് കഴിച്ചില്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഫീൽ ആർക്കും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ കേക്കുകളാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്? നമുക്ക് ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇപ്പം തിങ്ക് അബൌട്ട് എനിത്തിങ്, ബീട്രൂട്ട് വരെ കൊണ്ട് കേക്ക് ഉണ്ട് ഷാൻ. അവോക്കാഡോ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കും. നമ്മൾ എഡിബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഫ്രൂട്ട് ഉണ്ടോ അതിന്റെ ഒക്കെ ഫ്ലേവേഴ്സ് ഓഫ് കേക്ക്സ് നമ്മൾ ഉണ്ടാക്കും. കാലത്തിനൊപ്പം കേക്കിന്റെ കോലം എത്രത്തോളം മാറി? ഇഷ്ടം പോലെ മാറി ഷാൻ. ഇപ്പം നമ്മള് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു കുതിരയുടെ പോലെ തന്നെ കേക്ക് ഉണ്ട് ഇപ്പം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷെഫ് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് സത്യമായിട്ടും കുതിരയാണോ കേക്ക് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി. ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് ഇല്ലേ, ട്രീ അല്ല, ട്രീയിൽ വെക്കുന്ന നമ്മുടെ സ്റ്റാറും അതുപോലെ തന്നെ ക്രിസ്മസ് ബോൾസും അതെല്ലാം ഞാൻ ഇപ്രാവശ്യം എഡിബിളാണ് ഉണ്ടാക്കിയത്. അതെല്ലാം നമുക്ക് തിന്നാൻ പറ്റും. എല്ലാ ഡെക്കറേഷൻസും, സ്റ്റാർ, ബട്ടർഫ്ലൈ, ഏഞ്ചൽ, ബേർഡ്, കുക്കി മാൻ, എവറിത്തിങ്. അതായത് മരത്തിൽ തൂക്കിയിടുന്ന എല്ലാം നമുക്ക് എല്ലാം തിന്നാൻ പറ്റും. Tell me about your innovations, experiments. അത് സത്യം പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്. പുള്ളി പറഞ്ഞു, നീ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നല്ലോ, വൈ ഡോണ്ട് യു ട്രൈ ദിസ്? ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇത് കഴിഞ്ഞ കൊല്ലം പുള്ളി എനിക്ക് തന്ന ഒരു ഐഡിയ ആണ്. ഞാൻ അതിനകത്തുനിന്ന് ഇങ്ങനെ കുറെ റിസർച്ച് ചെയ്തു എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പല പല കാര്യങ്ങൾ ഇപ്പം നമുക്കിവിടെ UAE തന്നെ അവൈലബിൾ ആണ്, വാങ്ങിച്ച് തിന്നാൻ പറ്റുന്നതായിട്ട്. അപ്പം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നോക്കി കളയാമെന്ന് വെച്ചു. ഇതൊരു ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഐ വാസ് ഓൾസോ ഇംപ്രസ്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് തന്നെ ആയിപ്പോയി. ഈ വർഷത്തെ കേക്കിന്റെ കഥകൾ എന്തൊക്കെയാണ്? മരത്തിൽ തൂക്കിയിടാൻ പറ്റുന്ന കേക്കുകളുണ്ട്. മരത്തിൽ തൂക്കിയിടാൻ പറ്റുന്ന കേക്ക്സ് അല്ല, ആക്ച്വലി അതിന്റെ ഡെക്കറേഷൻസ് ആണ്. പക്ഷെ അതെല്ലാം നമുക്ക് തിന്നാൻ പറ്റും. പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം പാടാണ് ഒന്ന് പറയാം. അത് എല്ലാവരുടെയും വിചാരം കേക്ക് രാവിലെ ഒരു 9 മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണിക്ക് കിട്ടുന്ന കേക്കിനോ, അത് നടക്കുന്ന കാര്യമേ അല്ല. ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 3 ദിവസം സമയമെടുക്കും. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, മോക്ക് ഫ്രോസൺ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രോസന്റെ പടം ഉള്ളത് വേണം. അതിനകത്ത് ഫ്രോസന്റെ ഏതോ ഒരു ക്യാരക്ടർ, എനിക്കൊന്ന് ഒലാഫെന്നോ അങ്ങനെ ഞാൻ തോന്നുന്നു അതിന് പറയുന്നത്, ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അതിന്റെ കൈ ഇങ്ങനെ പോയി അതിങ്ങനെ മറിഞ്ഞു വീഴുന്ന രീതിയിൽ ഒരു ഇഫക്റ്റിൽ വേണം അതിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അല്ല, ഈ കേക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോലെ നിങ്ങൾ ചിത്രം വരയ്ക്കാനും പഠിക്കണോ? എല്ലാം പഠിക്കണം. പ്രാക്ടീസ് ചെയ്യണം. ഒരു 10 വട്ടം പ്രാക്ടീസ് ചെയ്താലേ ഒരു 50% നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്. പല ബേക്കേഴ്സ് ഉണ്ട്, പലരും എന്നോട് ചോദിക്കും എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയും, ഞാനത് എനിക്ക് ഒരു തൊഴിലും ഇല്ലാതിരുന്ന സമയത്ത്, വേറെ ഒന്നും എനിക്കില്ലായിരുന്ന സമയത്ത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയതാണ്. അപ്പൊ ഒരു മിക്കി മൗസിന്റെ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ മിക്കി മൗസ് പാളിപ്പോയാൽ നിങ്ങൾ പിന്നെ പുതിയ മിക്കി മൗസിന് ഉണ്ടാക്കണം. പക്ഷെ ഒരു കേക്കിന്റെ വില കിട്ടുള്ളൂ, അത്രേ കിട്ടത്തുള്ളൂ. ഇഷ്ടംപോലെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ട്. ഫൈനലി ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തിനോ അങ്ങോട്ട് തിരിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് കേക്ക് താഴെ പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കേക്കല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആദ്യമേ തൊട്ട് ഉണ്ടാക്കണം. അതിനെന്ത് സമയം? ഇപ്പം നമ്മുടെ അത്രയും നേരത്തെ ഹാർഡ് വർക്കാണ് അത് പോയത്. ഒരു കേക്ക് താഴെ വീണ് പൊട്ടിയതിന്റെ പേരിൽ കരയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. എന്റെ ഹാർട്ട് നിന്നുപോയി അത് താഴെ പോയപ്പോ. ഷീസ് ക്രൈങ്. ഈ ചിരി കുക്കുവിന്റെ നെഞ്ചില് പൊട്ടിക്കരച്ചിലാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ താഴെ പോകണം എന്നില്ല ഷാൻ. അതായത് നമ്മളിപ്പം ബട്ടർ ക്രീം ഐസിങ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സോഫ്റ്റ് ഐസിങ് ചെയ്ത് കഴിയുമ്പം ആരേലും വന്ന് ഒന്ന് പോയി ഒന്ന് തൊട്ടാ മതി, പോയി അതിന്റെ ഒരു പെർഫെക്റ്റ് ഫിനിഷ് പോയി.
നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യണം എന്നാണല്ലോ എപ്പോഴും. ഒന്ന് തൊട്ടാൽ മതി പോയി, അല്ലെങ്കിൽ അതിന്റെ കവർ അതിന്റെ സൈഡിലൊന്നും തൊട്ടാൽ മതി പോയി, അതിന്റെ ഭംഗി പോയി. ഇന്റർവ്യൂസിന് ലൈഫ് കൊടുക്കുന്നത് ലൈഫിന്റെ കഥകൾ പറയുമ്പോഴാണ്. ഐ എം റിയലി ലവിംഗ് ഇറ്റ്. താങ്ക് യു വെരി മച്ച് കുക്കു ഫോർ ഷെയറിംഗ് ദീസ് സ്റ്റോറീസ് വിത്ത് മീ. Shan. ആൻഡ് ഐ തിങ്ക് കുക്കു ഓൺ ദാറ്റ് നോട്ട് കുക്കു ഉണ്ടാക്കിയ ഒരു കേക്ക് നമുക്ക് സമ്മാനം കൊടുക്കണം അല്ലേ? യെസ്, കൊടുക്കാം. ടോൾ ഫ്രീ ഫണ്ടിൽ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇന്ന് രാത്രി കുക്കു ഉണ്ടാക്കുന്ന കേക്ക് ആയിരിക്കും. ശരി, ഡൺ. Alright, so thank you very much. So കുക്കുവിന്റെ സ്പെഷ്യൽ കേക്ക് ആയിരിക്കും ടോൾ ഫ്രീ ഫണ്ട് തരാൻ പോകുന്നത്. And this is Gold 101.3 FM. Sean and the City. Sean and the City. കേക്ക് ഉണ്ടാക്കുന്ന കുക്കുവും കുക്കുവിന്റെ കൂടെ ഒരു സിറ്റിയും. This is Sean in the City on Toll Free Fun. Kuku, എന്തോ ഷാൻ, welcome back. താങ്ക് യു സോ മച്ച്. I really love your name, Kuku. കുക്കുവിന്റെ പേര് കേൾക്കാൻ രസമുണ്ട്, കുക്കുവിന്റെ കേക്കിന്റെ കഥകൾ കേൾക്കാൻ രസമുണ്ട്. So Thank you. I have a question for you. Oh. പായസമാണോ കേക്കാണോ ഏതിനാ കൂടുതൽ സ്വാദ്? ഡെഫിനറ്റ്ലി കേക്ക്, എനി ഡേ. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ഉണ്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഇങ്ങനെ വേർപ്പിന് പോലും രുചിയുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ? പായസത്തിനേക്കാളും സ്വാദ് കേക്കിനാണെന്ന് പറയാനുള്ള കാരണം കേക്കിൽ നമുക്ക് ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. പായസം കൊണ്ട് നമുക്കൊരു മിക്കി മൗസിനെ ഉണ്ടാക്കാൻ പറ്റും, പായസം കൊണ്ട് നമുക്കൊരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാൻ പറ്റും, കേക്കും കൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ലോകത്ത് ഒരു ചിത്രകാരനും സ്വന്തം ചിത്രം വെട്ടുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്ക് വെട്ടി നുറുക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, കുക്കു ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയാൽ ഞാൻ എങ്ങനെ മുറിക്കും? ഞാൻ പിന്നെ മുറിക്കാനല്ലേ ഞാൻ ഉണ്ടാക്കി തന്നത്. അവരെന്നോട് എനിക്ക് മുറിക്കാൻ തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ മുറിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഇൻസൾട്ടാണ്. കാരണം ഞാൻ ഉണ്ടാക്കി തന്നു, അവർക്ക് മുറിച്ച് തിന്നാൻ തോന്നുന്നില്ലെങ്കിൽ എന്തുവാ? എന്റെ കലയെ കൊല്ലണം അവിടെ, എന്നാലേ എനിക്ക് സന്തോഷമുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഡേ. നീ എങ്ങനെ പോയിട്ട് എന്റെ കലയെ കൊല്ലണം എങ്കിലേ എനിക്ക് തൃപ്തി കിട്ടൂ. യെസ്, എങ്കിലേ സന്തോഷമുള്ളൂ. That's nice. I mean, I think it's really motivating. But one question, I mean, why is cake so popular? എന്തുകൊണ്ടാണ് കേക്ക് ലോകത്തിന്റെ മധുരമായി മാറിയത്? പായസം യെസ് കേരളത്തിൽ ലിമിറ്റഡ് ആണ് ഏറെക്കുറെ, പക്ഷെ കേക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. അന്റാർട്ടിക്കയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും പിറന്നാളിന് കേക്കാണ്. വൈ ഇസ് കേക്ക് സോ പോപ്പുലർ? എനിക്ക് തോന്നുന്നു ഹാപ്പിനെസിനും സെലിബ്രേഷനും ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് കേക്ക്. ഇപ്പം പായസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനി കൈൻഡ് ഓഫ് സ്വീറ്റ് അതൊരു യൂണിവേഴ്സൽ അല്ല, കേക്ക് ഒരു യൂണിവേഴ്സൽ ഫാക്ടർ ആണ്. കേക്ക് ഇസ് നത്തിങ് ബട്ട് എ സ്മൈൽ. ഇറ്റ് ഈസ് എ ബിഗ് സ്മൈൽ ആൻഡ് ഇറ്റ്സ് എ ബിഗ് എന്താ പറയാ, ഒരു മെസ്സേജ് ദാറ്റ് യു ടെൽ അനദർ പേഴ്സൺ, ഓക്കെ ഐ ലൈക്ക് യു, സോ എൻജോയ് യുവർ ഡേ, സെലിബ്രേറ്റ്. Enjoy your day, celebrate. Thank you very much. So it's been great talking to you, Kuku. Thank you, Shan. Same here. One final question for you. Define cake. എന്താണ് കേക്ക് for you? Cake is a science and I love it. And we all love you, Kuku. Thank you very much. Thank you so much, Shan. The city is listening to you finally. എന്താണ് സിറ്റിയോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ലൈക്ക് പലരും എന്നോട് ചോദിക്കും എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്തോരം പേഷ്യൻസാ. ഇതിന്റെ പേഷ്യൻസിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഐ എം ഓപ്പൺ കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ. Kuku, you're on Facebook, so how? യെസ്, എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഞാനൊരു ഹോബി ആയിട്ട് തുടങ്ങിയതാണ്. അപ്പൊ പലരും കേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ഞാൻ ചുമ്മാ, നമുക്ക് തന്നെ ഓരോരുത്തരുടെ പ്രശംസ കിട്ടുന്നത് ഭയങ്കര വലിയൊരു ഹാരമാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പിക്ചേഴ്സ് ഒക്കെ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. എന്റെ ഫേസ്ബുക്ക് പേജ് ഇസ് കോൾഡ് കുക്കൂസ് നെസ്റ്റ്. കുക്കുന്റെ പിക്ചറോ കുക്കുന്റെ കേക്കിന്റെ പിക്ചറോ? എന്റെ കേക്കിന്റെ പിക്ചർ. എന്റെ പിക്ചർ ഞാൻ ഇടാറില്ല. എന്റെ കേക്കിന്റെ പിക്ചേഴ്സ് ഇടും. പിന്നെ അതിനകത്ത് ഞാൻ ഇടയ്ക്ക് ടിപ്സ് ഒക്കെ കൊടുക്കും. കാരണം പലർക്കും കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. It's called Cuckoo's Nest. It's called Cuckoo's Nest. The spelling is CUCKOO. അങ്ങനെയാണ് കുക്കു, അല്ലാതെ KUKKU അല്ല കുക്കു. Great talking to you, great feeling. Yes, and thank you. What are you feeling? I'm feeling happy കാരണം ഞാൻ ഇവിടെയുള്ള എത്രയോ മലയാളികളുടെ ഇടയിലുള്ള ഒരു സാധാരണ ഒരു ഹൗസ് വൈഫാണ്. പല സ്ത്രീകൾക്കും ഉണ്ട്. പലരും ഇതിനകത്ത് എന്താ പറയാ, പിള്ളേർക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി ഉണ്ടാക്കി അതൊരു ഹോബിയായി മാറ്റിയ ഒത്തിരി പേരുണ്ട്. ഞങ്ങളെ ഒരു ഗ്രൂപ്പിനെ റിയലൈസ് ചെയ്യുക, ആ ഒരു പാഷനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഷാൻ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് യു ആർ വെൽക്കം. പക്ഷെ താങ്ക്സിൽ തീരില്ല, കേക്കിലേ തീരുള്ളൂ. ഓ യെസ്, ഉണ്ടാക്കി തരുന്നതായിരിക്കും. കുക്കു ഒരു വാക്ക് തന്നിട്ടുണ്ട്. ഓൺ എയറിൽ ഞാൻ കൊടുക്കുന്ന സമ്മാനം ഫോർ കല്ലി വല്ലി വിൽ ബി കുക്കുവിന്റെ കേക്ക്. യെസ്, ഡെഫിനറ്റ്ലി 100%. എല്ലാവർക്കും കേക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം കേക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് ഇപ്പൊ ഒരുപാട് പേര് മനസ്സിൽ പറയണ്ടാവും. പറയട്ടെ, എല്ലാരും പറയട്ടെ. And you made us fall in love with cakes. Thank you. Thank you so much, Sean. My pleasure. Sean and the City. Sean and the City.